Gotta let you say it 'cause I back it up. So appreciate I could pick it up. Heaven on the way, don't you know I'm up? So up, 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 up. So up, 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 up. If you wanna wake up, there's places I could take you. Lost in the dream of what comes after the afterlife. Boom, bap, body like a bass drop. Gon' give it to you, baby, don't stop. I body like a drum. വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അസ്ലമിൻ അഷ്റഫ്. നമ്മളിന്ന് പറയാൻ പോകുന്നത് റെഡ്മി 9 പവർ ഈ ഒരു മൊബൈൽ ഫോണിൻ്റെ യൂസർ എക്സ്പീരിയൻസ് ആണ്. ഏകദേശം ഒരു 3-4 ദിവസമായി നമ്മൾ പേഴ്സണലായിട്ട് ഈ ഒരു മൊബൈൽ ഫോൺ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ 11,000 രൂപയ്ക്ക് താഴെ ലഭിക്കാവുന്നതിൽ വെച്ച് അത്യാവശ്യം നല്ലൊരു മൊബൈൽ ഫോൺ തന്നെയാണ് ഈ ഒരു റെഡ്മി 9 പവർ. ആദ്യമായിട്ട് എടുത്ത് പറയേണ്ട ഒരു ഫീച്ചർ ഈ ഒരു മൊബൈൽ ഫോണിൻ്റെ 6000 mAh ബാറ്ററിയെക്കുറിച്ച് തന്നെയാണ്. കാരണം 6000 mAh ബാറ്ററി അതിൻ്റെ ജോലി കൃത്യമായി തന്നെ നിർവഹിക്കുന്നുണ്ട്. കാരണം നമുക്ക് ബാറ്ററി ബാക്കപ്പ് ഒരു 100% സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്ന ഒന്ന് തന്നെയാണ്. പിന്നെ ഇതിലുള്ള ഒരു നെഗറ്റീവ് വശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു മൊബൈൽ ഫോണിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടാണ്. 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടുള്ള മൊബൈൽ ഫോൺ ആണെങ്കിൽ പോലും നമുക്ക് ഈ ഒരു മൊബൈൽ ഫോണിൻ്റെ ബാറ്ററി 0 to 100 ആകുവാൻ ഏകദേശം 3 മണിക്കൂറിൽ കൂടുതൽ സമയം ആവശ്യമായി വരും. കാരണം ഈ ഒരു മൊബൈൽ ഫോണിൻ്റെ ബാറ്ററി അത്രയ്ക്കും വലുതായതുകൊണ്ട് തന്നെയാണ് ഇത്രയും സമയമെടുത്ത് ഈ ഒരു മൊബൈൽ ഫോണിൻ്റെ ബാറ്ററി കംപ്ലീറ്റ് ഫില്ലാകുന്നത്. ടൈപ്പ് സി പോർട്ടാണ് നമുക്ക് ഈ ഒരു മൊബൈൽ ഫോണിലും അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി ഈ ഒരു മൊബൈൽ ഫോണിൻ്റെ ക്യാമറ സെറ്റപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ 48 മെഗാ പിക്സലിൻ്റെ കോഡ് ക്യാമറ സെറ്റപ്പാണ് നമുക്ക് ഈ ഒരു മൊബൈൽ ഫോണിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ അത്യാവശ്യം നല്ലൊരു ക്യാമറ പെർഫോമൻസും അതുപോലെ തന്നെ ക്യാമറ ഔട്ട്പുട്ടും നമുക്ക് ഈ ഒരു മൊബൈൽ ഫോണിൽ ലഭിക്കുന്നുണ്ട്. കഴിഞ്ഞാൽ ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ 48 മെഗാ പിക്സലിൻ്റെ ക്യാമറ അത്യാവശ്യം ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ക്യാമറ തന്നെയാണ്. പക്ഷേ ഫ്രണ്ട് ഫേസിംഗ് ക്യാമറയുടെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്ര ഒരു സാറ്റിസ്ഫാക്ടറി ലഭിക്കുന്ന ഒരു അഭിപ്രായം എനിക്ക് പറയാനില്ല. കാരണം ഒരു ആവറേജ് പെർഫോമൻസ് ആണ് ഫ്രണ്ട് ഫേസിംഗ് ക്യാമറ 8 മെഗാ പിക്സലിൻ്റെ ഔട്ട്പുട്ട് ലഭിക്കുന്നത്. റെഡ്മി ക്യാമറ ഇൻ്റർഫേസിൽ നൽകുന്ന പോലെയുള്ള സ്ലോ മോഷൻ പ്രോ മോഡെല്ലാം ഈ ഒരു മൊബൈൽ ഫോണിലും അവൈലബിൾ ആണ്. അടുത്തതായി ഈ ഒരു മൊബൈൽ ഫോണിൻ്റെ ഡിസ്പ്ലേയുടെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ 6.53 ഇഞ്ചസിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഡോട്ട് നോച്ച് ഡിസ്പ്ലേ ആണ്. അതുപോലെ തന്നെ കോർണിംഗ് ഗൊറില്ല ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷനും ഉണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് സ്ക്രാച്ച് ആവുക അങ്ങനത്തെ ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഉണ്ടാകില്ല എന്ന് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ നമുക്കൊരു 8 മെഗാ പിക്സലിൻ്റെ ഫ്രണ്ട് ഫേസിംഗ് ക്യാമറയും ആ ഡിസ്പ്ലേയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സാധാരണ റെഡ്മി മൊബൈൽ ഫോണിൽ കാണാറുള്ള IR ബ്ലാസ്റ്റർ റിമോട്ട് പോലെ ഉപയോഗിക്കാവുന്ന IR ബ്ലാസ്റ്റർ നമുക്ക് ഈ ഒരു മൊബൈൽ ഫോണിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ലോ ബ്ലൂ ലൈറ്റ് സർട്ടിഫിക്കേഷൻ ഉണ്ട്. ഈ ബ്ലൂ ലൈറ്റ് എന്ന് പറഞ്ഞ മൊബൈൽ ഫോണുകളിൽ നിന്ന് സാധാരണ ഡിസ്പ്ലേയിൽ നിന്ന് വരുന്ന ഒരു ലൈറ്റാണ്. ഇത് കണ്ണിന് കൂടുതലും പ്രശ്നമൊക്കെ ഉണ്ടാക്കുന്നത് ഈ ഒരു ലൈറ്റാണ്. അതിൻ്റെ സർട്ടിഫിക്കേഷൻ ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു കണ്ണിന് നമുക്ക് പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കാം. വോൾട്ടേജ് സപ്പോർട്ട് ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് 4G സപ്പോർട്ടുള്ള 2 സിം കാർഡുകൾ ഒരേ സമയം ഈ ഒരു മൊബൈൽ ഫോണിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നു. ഡിസ്പ്ലേയുടെ കാര്യം ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ 100% വാല്യൂ ഫോർ മണി തന്നെയാണ്. കാരണം അത്യാവശ്യം നല്ല ബ്രൈറ്റ്നസ്സും അത്യാവശ്യം നല്ല കളേഴ്സും വൈബ്രൻ്റായ കളേഴ്സും ഒക്കെയുള്ള ഡിസ്പ്ലേ തന്നെയാണ് ഈ ഒരു റെഡ്മി 9 പവറിൽ കൊടുത്തിട്ടുള്ളത്. ഇനി ഈ ഒരു ബാക്ക് സൈഡിൽ ക്യാമറ ബമ്പ് ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ ആ മൊബൈൽ ഫോണിൻ്റെ ഒപ്പം കിട്ടുന്ന TPU കേസ് യൂസ് ചെയ്തുകൊണ്ട് മാത്രം മൊബൈൽ ഫോൺ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം ക്യാമറയുടെ ബമ്പ് ഉള്ളത് കൊണ്ട് തന്നെ ക്യാമറയുടെ ഭാഗത്ത് സ്ക്രാച്ച് വരാനൊക്കെ സാധ്യതകളുണ്ട്. The world in the room I am. Make her wear the pearls, make her wear the man. I am of the greatest, the great I am. The lion and the lamb, lion and lamb. If you wanna wake up, there's places I could take you. Lost in the dream of what comes after the afterlife. Boom, bap, body like a bass drop. Baby, don't stop. I body like a drum. On top. Boy, take it like a hold up. ക്യാമറ ഔട്ട്പുട്ടിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ക്യാമറയിൽ ഷൂട്ട് ചെയ്ത ഫോട്ടോസും അവിടെ എടുത്ത ഫോട്ടോസൊക്കെ നോക്കി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഫോട്ടോസ് തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഈ ഒരു ക്യാമറ സെറ്റപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 48 മെഗാ പിക്സലിൻ്റെ മെയിൻ സെൻസറാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള 48 മെഗാ പിക്സലിൻ്റെ ഒരു ഡെഡിക്കേറ്റഡ് മോഡുണ്ട്. നമുക്ക് 48 മെഗാ പിക്സലിൽ അതിൽ ഫോട്ടോ എടുക്കാനൊക്കെ സാധിക്കും. 48 മെഗാ പിക്സൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് 14 മെഗാ പിക്സലിൻ്റെ ഇതിൽ നമുക്ക് ഫോട്ടോസ് എടുക്കാൻ സാധിക്കും. അതുപോലെ സ്ലോ മോഷൻ്റെ അതുപോലെ തന്നെ വീഡിയോസൊക്കെ വരുന്നത് 1080p ആണ്. മാക്സിമം 1080p 30 ഫ്രെയിം പെർ സെക്കൻഡിൽ മാത്രമേ നമുക്ക് വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. മറ്റേ
4K വീഡിയോസും അങ്ങനെ മറ്റുള്ള കാര്യങ്ങളൊന്നും അപ്പോൾ ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ റെഡ്മി 9 പവർ വാല്യൂ ഫോർ മണി തന്നെയാണ്. കാരണം 10,500 റുപ്പീസിന് 6000 mAh ഒരു വലിയ ബാറ്ററിയും വിത്ത് റിവേഴ്സ് ചാർജിങ്, അതുപോലെ തന്നെ 14 മെഗാ പിക്സലിൻ്റെ ഒരു വലിയ ക്യാമറയും, ഒരു ഫുൾ HD+ ഡിസ്പ്ലേയും, കോൾകോം സ്നാപ്ഡ്രാഗൺ 662 പ്രോസസ്സറും, അതുപോലെ തന്നെ ഡുവൽ വോൾട്ടേജ് സപ്പോർട്ടുള്ള സിം ട്രേയും, അതുപോലെ തന്നെ ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് നമുക്ക് ഈ ഒരു ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഫീച്ചേഴ്സുള്ള ഒരു മൊബൈൽ ഫോൺ തന്നെയാണ് റെഡ്മി 9 പവർ. ഓവറോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ബഡ്ജറ്റ് 10,500ൻ്റെ ഉള്ളിലൊക്കെ ആണ് എങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് ഈ ഒരു മൊബൈൽ ഫോൺ സജസ്റ്റ് ചെയ്യും. കാരണം നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഈ ഒരു സെഗ്മെൻറ്റിൽ, പ്രൈസ് സെഗ്മെൻറ്റിൽ ഈ ഒരു റെഡ്മി 9 പവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്താൽ മാത്രമേ ഞാൻ ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അതാത് സമയത്ത് ലഭിക്കുകയുള്ളൂ. നിങ്ങൾ ആരെങ്കിലും ഈ ഒരു മൊബൈൽ ഫോൺ പർച്ചേസ് ചെയ്ത് യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങളും ജസ്റ്റ് ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോയിൽ കാണും വരെ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. സൈനിങ് ഔട്ട്.